Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Introduction to Poetry by Billy Collins, FAUGP, first semester, Calcutta University, English Language Skill for Literatures. Billy Collins is a renowned American poet. He wrote his first poem when he was 12 years old. He earned his doctorate in romantic poetry from the University of California in 1971. ബില്ലി കോളിൻസ് ഒരു അമേരിക്കൻ പോയറ്റാണ്. 12 ഇയേഴ്സ് ഓൾഡ് ആയ സമയത്താണ് അദ്ദേഹം ആദ്യമായിട്ട് കവിത എഴുതുന്നത്. 1971 യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് റൊമാൻറ്റിക് പോയട്രിയിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. Introduction to Poetry, taken from the collection The Apple That Astonished Paris, it published in 1988. ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന് പറയുന്നത് ബില്ലി കോളിൻസിൻ്റെ ഒരു കളക്ഷൻ ഓഫ് പോയട്രി ഉണ്ടായിരുന്നു. അതായത് ഒരു കവിതാ സമാഹാരം ഉണ്ടായിരുന്നു, ദ ആപ്പിൾ ദാറ്റ് അസ്റ്റോണിഷ്ഡ് പാരീസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് എടുത്തതാണ് ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന് പറയുന്ന ഈ ഒരു കവിത. ദ സ്പീക്കർ ഈസ് എ ടീച്ചർ. പോയറ്റ് ഹിംസെൽഫ് വാണ്ട് സ്റ്റുഡൻസ് ടു അപ്രോച്ച് പോംസ് വിത്ത് എ പ്ലേഫുൾ ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നത്, ഇതിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. ആ ടീച്ചർ തൻ്റെ സ്റ്റുഡൻസിനോട് എങ്ങനെ ഒരു പോയത്തിന്, ഒരു കവിതയെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഒരു കവിതയെ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള, ഒരു എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ സ്പീക്കർ നമ്മുടെ പോയറ്റിനെയാണ്. Introduction to Poetry talks about how to read a poem and how to comprehend its actual meaning. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ പറയുന്നത് എങ്ങനെ ഒരു പോം വായിക്കാം, ഒരു കവിത എങ്ങനെ വായിക്കാം, അതെങ്ങനെ കോംപ്രഹെൻഡ് ചെയ്യാം. കോംപ്രഹെൻഡ് മീൻസ് അണ്ടർസ്റ്റാൻഡ്, അതായത് എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ ആക്ച്വൽ മീനിങ്, അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. The poet tells his students to first of all take a poem as it is. ആദ്യം നമ്മുടെ സ്പീക്കർ, നമ്മുടെ പോയറ്റ് പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങൾ ഒരു പോയത്തിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ പോയം എന്താണോ അതുപോലെ അതിനെ എടുക്കുക. ദേ ഹാവ് നത്തിങ് ടു ലുക്ക് എൽസ്വെയർ. അതിൻ്റെ മീനിങ്ങിന് വേണ്ടിയിട്ട് വേറെ എങ്ങോട്ടും നോക്കേണ്ടതില്ല. എ പോയം ഈസ് എ വേൾഡ് ഇൻ ഇറ്റ് സെൽഫ്. അതിനകത്ത് തന്നെയുണ്ട് അതിൻ്റെ മീനിങ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആ പോയത്തിനകത്ത് തന്നെയുണ്ട്. അതൊരു വേൾഡ് ആണെന്നാണ് പറയുന്നത്. അതിനകത്തുള്ളൊരു വേൾഡ്, ഒരു ലോകമാണ് പോയം എന്ന് പറയുന്നത്. The speaker advises readers to engage with poetry with pleasure rather than probing, torturing or beating it up extract meaning. സ്പീക്കർ തൻ്റെ റീഡേഴ്സിനോട്, അതായത് ഇവിടെ സ്പീക്കർ ഒരു ടീച്ചറാണ്. ടീച്ചർ തൻ്റെ സ്റ്റുഡൻസിനോട് പറയാണ്, നമ്മളൊരു പോയിട്രിയുമായിട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ അതിൻ്റെ മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ സമയത്ത് വളരെയധികം പ്ലഷറോട് കൂടി എൻജോയബിൾ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ മീനിങ് കണ്ടെത്തേണ്ടത്. അല്ലാതെ അതിനെ ഒരുപാട് ടോർച്ചർ ചെയ്ത് അതിനെ ബീറ്റ് ചെയ്ത് അങ്ങനെയൊന്നല്ല ഒരു പോയത്തിൻ്റെ മീനിങ് കണ്ടെത്തേണ്ടത് എന്നാണ് പറയുന്നത്. Then structure of the poem. Written in free verse, it consists of 7 stanzas, 3 couplets and 3 tercets and a single line. അപ്പോൾ ഇത് ഫ്രീ വേഴ്സ് ആയിട്ടാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. 7 സ്റ്റാൻസാസ് ഉണ്ട്, 3 couplets ആയിട്ട് വരുന്നുണ്ട്, പിന്നീട് 3 tercets, then a single line. The poem doesn't have a specific rhyme scheme. ഇതിനൊരു പെർട്ടിക്കുലർ റൈം സ്കീം ഇല്ല. റിട്ടേൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ, നമ്മുടെ സ്പീക്കറുടെ പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് നമ്മുടെ പോയിറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ ഫോം ഓഫ് ഡ്രാമാറ്റിക് മോണോലോഗ്. ദ പോയറ്റ് ഈസ് ദ സോൾ സ്പീക്കർ ഇൻ ദ പോം ആൻഡ് ദ സ്റ്റുഡൻസ് അപ്പിയർ ടു ബി എ സൈലൻറ്റ് ലിസണേഴ്സ്. ഒരു ഡ്രാമാറ്റിക് മോണോലോഗിൻ്റെ രൂപത്തിലാണ് ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. പോയറ്റ് ഒരു സോൾ സ്പീക്കറാണ്. അതുപോലെ സ്റ്റുഡൻസ് സൈലൻ്റായിട്ട്, പോയറ്റ് എന്താണോ പറയുന്നത് അത് കേട്ട് സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരു സൈലൻറ്റ് ലിസണേഴ്സാണ് സ്റ്റുഡൻസ്. Then tone of the poem. Witty and casual tone. Billy Collins features a poetic persona who talks in the poem with an ironic tone, satirizes the modern sensibility regarding poetry. വിറ്റ് ആൻഡ് കാഷ്വൽ ടോണാണ്. അദ്ദേഹം ഇതിൽ ഐറണി യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്പീക്കറിലൂടെ. അതിൽ സ്പീക്കർ എന്ന് പറയുന്നത് പോയറ്റ് ഹിംസെൽഫാണ്, പോയറ്റിനെയാണ്. അപ്പോൾ അതിൽ സ്പീക്കറിലൂടെ ഒരു ഐറോണിക് ടോൺ, മോഡേൺ സെൻസിബിലിറ്റി, പോയട്രിനെ കുറിച്ചിട്ടുള്ള മോഡേൺ സെൻസിബിലിറ്റി സറ്ററൈസ് ചെയ്തുകൊണ്ട് ഒരു ഐറോണിക് ടോൺ ഇതിൽ വരുന്നുണ്ട്. Then theme of the poem. The struggle between creative interpretation and analytical overkill. The importance of emotional connection with poetry and the limitations of literal interpretation. Okay, let's move on to the line by line explanation of the poem. Introduction to Poetry by Billy Collins. I ask them to take a poem and hold it up to the light like a color slide, or
press an ear against its hive. ഐ ആസ്ക് ദം, അതായത് സ്പീക്കർ എന്ന് പറയുന്നത് പോയറ്റ് തന്നെയാണ്. പോയറ്റ് ഇവിടെ ഒരു ടീച്ചറായിട്ട് തൻ്റെ സ്റ്റുഡൻസിനോട് എങ്ങനെ പോയത്തെ ഒരു കവിതയെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ അവരോട് ഒരു പോയം എടുക്കുമ്പോൾ അത് ലൈറ്റിലേക്ക്, അതായത് പ്രകാശത്തിലേക്ക് പോയിട്ട് വേണം അതിൻ്റെ മീനിങ് കണ്ടെത്താൻ എന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഈ കളർ സ്ലൈഡ് മീൻസ്, അതായത് ഈ പണ്ടത്തെ ക്യാമറയിലൊക്കെ സ്ലൈഡുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കളർ സ്ലൈഡ് പോലെ, അതായത് ഇവിടെ സിമിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പോയം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് അതിനാദ്യം നമ്മൾ ഒരു ലൈറ്റിലേക്ക് കൊണ്ടുപോയി ഒരു കളർ സ്ലൈഡ് പോലെ അതിൻ്റെ ഉള്ളിലുള്ള മീനിങ് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഓർ പ്രസ് ആൻ ഇയർ അഗെയിൻസ്റ്റ് ഇസ് ഹൈവ് മീൻസ് ഈ തേനീച്ചക്കൂടാണ്. അല്ലെങ്കിൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ ആ ഒരു ഈ ഒരു ഹൈവിൻ്റെ അടുത്ത് ഇങ്ങനെ ചെവി പൊത്തി വെച്ച് അതിൻ്റെ ആ ഒരു തേനീച്ചകളുടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നത് പോലെ ഈ ഒരു പോയട്രീനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. I say drop a mouse in a palm and watch him probe his way out. പിന്നീട് അദ്ദേഹം പറയണേ, അതായത് ഒരു കവിതയിൽ ഒരു എലിനെ വിട്ടിട്ട്, അതായത് ഒരു അടച്ചിട്ടൊരു കൂട്, അതായത് ഒരു എലിക്കെണിയിൽ ഒരു എലി അകപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അവിടെ ആകെ സെർച്ച് ചെയ്തിട്ട് പിന്നീട് അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കവിതയുടെ മീനിങ് കണ്ടെത്തുന്നത് എന്നാണ് പറയുന്നത്. ഐ സേ ഡ്രോപ്പ് എ മൗസ് ഇൻ ടു എ പോം ആൻഡ് വാച്ച് ഹിം പ്രോബ് ഹിസ് വേ ഔട്ട്. അതായത് ഒരു എലിനെ ഒരു കവിതയിലേക്ക് പിടിച്ചിരുന്നത് പോലെ, അതായത് നമ്മൾ ആ ഒരു കവിതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ മീനിങ്ങൾ എല്ലാം സെർച്ച് ചെയ്ത് പിന്നീട് നമ്മൾ അതിൻ്റെ മീനിങ്ങൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടി പുറത്തേക്ക് വരുന്നതാണ്. ആ ഒരു മീനിങ് കിട്ടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നതാണ് ഇവിടെ പറയുന്നത്. ഓർ വാക്ക് ഇൻസൈഡ് ദ പോംസ് റൂം ആൻഡ് ഫീൽ ദ വാൾസ് ഫോർ എ ലൈറ്റ് സ്വിച്ച്. അല്ലെങ്കിൽ വാക്ക് ഇൻസൈഡ് ദ പോംസ് റൂം ആൻഡ് ഫീൽ ദ വാൾസ് ഫോർ എ ലൈറ്റ് സ്വിച്ച്. അതായത് ഇരുട്ടുള്ള ഒരു റൂമിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക, അത് ലൈറ്റിനാണ് ശ്രമിക്കുക അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളൊരു പോയത്തിനകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ മീനിങ്സ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആണ് നമ്മളവിടെ സെർച്ച് ചെയ്യുന്നത്. I want them to water ski across the surface of poem weaving to the author's name on the shore. അപ്പോൾ ഇവിടെ നമ്മുടെ സ്പീക്കർ പറയാണ്, അവരോട് ആവശ്യപ്പെടുന്നത് ഒരു പോയത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു ടോർച്ചറിങ് രീതിയിലല്ല. അതിന് അപ്രോച്ച് ചെയ്യുന്നത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ, ഒരു പ്ലേഫുൾ ആയിട്ടുള്ള, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു കവിതയെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു വാട്ടർ സ്കീ പോലെ. വാട്ടർ സ്കീ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞിൽ വെള്ളത്തിലൊക്കെ ഈ സ്കേറ്റിംഗ് ചെയ്യുന്നത് പോലെ ഉള്ള ഒന്നിനെയാണ് വാട്ടർ സ്കീ എന്ന് പറയുന്നത്. ഒരു വാട്ടർ സ്കീ പോലെ ആ ഒരു കവിതയിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ചെയ്യേണ്ടത്, ഒരു പ്ലേഫുൾ ആയിട്ടുള്ള, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ. വേവിങ് അറ്റ് ദ ഓതേഴ്സ് നെയിം ഓൺ ദ ഷോർ. അതായത് ഇതിൽ ഓതർ, അതായത് ഈ കവിതയുടെ പോയറ്റിന് നമ്മൾ വളരെ ഡീപ്പായിട്ട് സെർച്ച് ചെയ്യേണ്ടതില്ല. ആരാണ് പോയറ്റ്, അദ്ദേഹം എവിടെയുള്ളതാണ്, ജസ്റ്റ് ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ പോയറ്റിനെ കുറിച്ചിട്ട് നേടിയതിന് ശേഷം കൂടുതൽ ഡെപ്തിലോട്ട് പോയറ്റിനെ കുറിച്ചിട്ട് പോകേണ്ടതില്ല. മറിച്ച് നമ്മൾ കവിതയെക്കുറിച്ചിട്ട്, കവിത ഒരു പ്ലേഫുള്ളായിട്ടുള്ള, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ വളരെ എൻജോയബിൾ ആയിട്ടാണ് നമ്മൾ കവിതനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ബട്ട് ഓൾ ദേ വാണ്ട് ടു ഡു ഈസ് ടൈ ദ പോം ടു എ ചെയർ വിത്ത് റോബ് ആൻഡ് ടോർച്ചർ എ കൺഫെഷൻ ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് ഒരു പോയത്തിനെ ഒരു കസേരയിൽ ഇങ്ങനെ കെട്ടിയിട്ട്, ഒരു കവിതനെ ഒരു കസേരയിൽ കെട്ടിയിട്ട്, അതായത് പോലീസുകാരൊക്കെ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്നത് പോലെ കസേരയിൽ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്ത് അവർ കൺഫെഷൻ നടത്തുക. അതായത് കൺഫെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ തുറന്ന് പറയുക, അതായത് അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയുകയാണ് അത് കൺഫെഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ടോർച്ചർ ചെയ്ത് മീനിങ് കണ്ടെത്തുന്നതല്ല ഒരു യഥാർത്ഥ കവിതനെ സമീപിക്കുന്നത്, അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടാണ് ഈ ഒരു കവിതയുടെ ഇൻ്റർപ്രിട്ടേഷൻ കണ്ടെത്തുന്നത്. ദേ ബിഗിൻ ബീറ്റിംഗ് വിത്ത് എ ഹോസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് റിയലി മീൻസ്. അവരെന്താണ് ചെയ്യുന്നത്, ഒരു ഹോസ് മീൻസ് നമ്മൾ ചെടിയൊക്കെ നനയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ, പൈപ്പ് ഉണ്ടല്ലോ, അതാണ് ഹോസ് എന്ന് പറയുന്നത്. അവർ ആ ഹോസ് വെച്ചിട്ട് കവിതനെ